Good morning everyone. Today we can discuss about an introduction to internal rate of return, IRR method. So this IRR method is another discounting capital budgeting technique. So far we have discussed discounted payback period method, net present value method, profitability index method. All these three are discounting capital budgeting technique. This is the fourth one, that is IRR method. So moving on to the meaning of IRR. പ്രധാനമായിട്ടും നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് എന്താണ് എന്ന ഒരു ധാരണയുണ്ടെങ്കിൽ നമുക്ക് IRR മെത്തേഡ് എന്താണെന്ന് പെട്ടെന്ന് അതിൻ്റെ മീനിങ് മനസ്സിലാക്കാൻ സാധിക്കും. ദ ഫോർമുലാസ് ആർ ഡിഫറെൻറ്റ്, ബട്ട് അതിൻ്റെ മീനിങ് മനസ്സിലാക്കാൻ സാധിക്കും. ഈ നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡിൽ നമ്മൾ എന്തായിരുന്നു ചെയ്തത്? ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ കിട്ടാൻ സാധ്യതയുള്ള റിട്ടേണുകൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഫ്യൂച്ചർ റിട്ടേണുകളുടെ പ്രസൻറ്റ് വാല്യൂ നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്, ടേബിൾ റെഫർ ചെയ്തിട്ട്. എന്തടിസ്ഥാനത്തിൽ? എ ഡിസ്കൗണ്ട് റേറ്റ് വിൽ ബി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, റൈറ്റ്? എ പർട്ടിക്കുലർ ഡിസ്കൗണ്ട് റേറ്റ് 10% അല്ലെങ്കിൽ 11%, ഒരു ഡിസ്കൗണ്ട് റേറ്റ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ടാവും. ആ ഡിസ്കൗണ്ട് റേറ്റ് യൂസ് ചെയ്ത് ആ ഡിസ്കൗണ്ട് റേറ്റിൻ്റെ ടേബിൾ വാല്യൂ കണ്ടെത്തി നമ്മൾ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോകളുടെ പ്രസൻറ്റ് വാല്യൂ കണ്ടെത്തി, നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡിൽ. ഇതാണ് നമ്മൾ NPVയിൽ ചെയ്തത്. അതേസമയം IRR മെത്തേഡിൽ എന്താണ് ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട്, എന്തിനാണ് ഈ IRR മെത്തേഡ് എന്നുള്ളതാണ് പറയുന്നത്. ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദി റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് എ പ്രോജക്റ്റ്. അപ്പോൾ ഈ NPV മെത്തേഡിൽ ഒരു പർട്ടിക്കുലർ ഡിസ്കൗണ്ട് റേറ്റ് ഉപയോഗിച്ച് നമ്മൾ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോകളുടെ പ്രസൻറ്റ് വാല്യൂ നമ്മൾ കണ്ടെത്തി അതിനെ ആഡ് ചെയ്ത് അതിൽ നിന്നും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്, നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞൊരു ഫിഗർ കിട്ടും. അത് പോസിറ്റീവ് ആണെങ്കിൽ നല്ലത് അക്സെപ്റ്റ് ചെയ്യാം, നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ NPVയിൽ ചെയ്തത്. അപ്പോൾ നമുക്കൊരു ഒരു 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 നമ്പറാണ് കിട്ടുക NPV ആയിട്ട്. അതേസമയം IRRൽ നമ്മളൊരു പേഴ്സൻറ്റേജ്, ഒരു റേറ്റാണ് കണ്ടുപിടിക്കുന്നത്. ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ, ഒരു പേഴ്സൻറ്റേജ് ആണ് നമ്മൾ IRRൽ കണ്ടെത്തുന്നത്. ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദി റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് എ പ്രോജക്റ്റ്, എസ്റ്റിമേറ്റഡ് നെറ്റ് ക്യാഷ് ഇൻഫ്ലോസ് ഓഫ് ഈച്ച് ഇയർ ആർ ഡിസ്കൗണ്ടഡ് at various rates till a rate is obtained at which the present value of cash inflow is equal to the initial investment. നിങ്ങൾക്കൊരു കൺഫ്യൂസിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. സംഭവം ഇത്രേ പറയുന്നുള്ളൂ. IRR മെത്തേഡ് എന്തിനാണ് ചെയ്യുന്നത്? ടു ഫൈൻഡ് ഔട്ട് എ റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ദി പ്രോജക്റ്റ്. അപ്പോൾ നമ്മളൊരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ആ പ്രോജക്റ്റിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ് എന്ന്, ആ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര റേറ്റിൽ നമുക്ക് റിട്ടേൺ കിട്ടുമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം കിട്ടില്ലേ? ഓക്കെ, സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദി റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് എ പ്രോജക്റ്റ്, ഒരു പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയുടെ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് IRR മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്? സ്വാഭാവികമായിട്ടും ഒരു പ്രോജക്റ്റിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ IRR കണ്ടുപിടിക്കണമെങ്കിൽ ഫ്യൂച്ചറിൽ കിട്ടാൻ സാധ്യതയുള്ള റിട്ടേൺസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് ദി ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ് വിൽ ബി ഗിവൺ. അപ്പോൾ ഈ എസ്റ്റിമേറ്റഡ് നെറ്റ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ് ഓഫ് ഈച്ച് ഇയർ ആർ ഡിസ്കൗണ്ടഡ് അറ്റ് വേരിയസ് റേറ്റ്സ്. അവിടെയാണ് IRRൻ്റെ ഒരു ചെറിയൊരു ഡിഫിക്കൽട്ടി വരുന്നത്. നമ്മളൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്യണം. നമ്മൾക്ക് സാധ്യത തോന്നുന്ന ഈ ബിസിനസ്സിൽ നിന്ന് ഇത്ര റേറ്റിലായിരിക്കും കിട്ടാൻ സാധ്യത. ചിലപ്പോൾ 10 ആവാം, 11 ആവാം, 12 ആവാം, 13% ഒക്കെ ആവാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു അസംഷൻ വെച്ചിട്ട് പല ഡിസ്കൗണ്ട് റേറ്റുകൾ യൂസ് ചെയ്ത്, ഡിസ്കൗണ്ട് റേറ്റിൽ 10% വെച്ചിട്ട് നമ്മൾ ഈ ക്യാഷ് ഇൻഫ്ലോകളെ ഒന്ന് ഡിസ്കൗണ്ട് ചെയ്ത് നോക്കണം. 11% വെച്ച് ചെയ്ത് നോക്കണം, 12% വെച്ച് നോക്കണം. നമുക്ക് സാധ്യതയുള്ള എല്ലാ ഡിസ്കൗണ്ട് റേറ്റുകളും യൂസ് ചെയ്ത്, അതാണ് വേരിയസ് റേറ്റ്, നമുക്ക് സാധ്യത തോന്നുന്ന എല്ലാ ഡിസ്കൗണ്ട് റേറ്റുകളും ഉപയോഗിച്ച് നമ്മൾ ഈ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോകളുടെ പ്രസൻറ്റ് വാല്യൂ കണ്ടെത്താൻ ശ്രമിക്കണം. ആ ഒരു ശ്രമം നമുക്ക് എവിടെ നിർത്താം? നമ്മൾ ഈ ഡിസ്കൗണ്ടഡ് വി നീഡ് ടു ഡിസ്കൗണ്ട് ദിസ് ക്യാഷ് ഇൻഫ്ലോ അറ്റ് വേരിയസ് റേറ്റ്സ്, പല റേറ്റുകൾ ഉപയോഗിച്ച് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യണം. എപ്പോൾ വരെ? ടിൽ എ റേറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് അറ്റ് വിച്ച് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഈസ് ഈക്വൽ ടു ദ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ദാറ്റ് മീൻസ് ദി NPV കംസ് ടു 0. അപ്പോൾ NPVയുടെ ഫോർമുല നമുക്കറിയാം, പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് മൈനസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അതാണ് NPV എന്നുള്ളത് അറിയാം. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിലോ
പ്രസൻറ്റ് വാല്യൂ മൈനസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 0 അല്ലേ കിട്ടുക. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് NPV. ഈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റും പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയും ഈക്വൽ ആണെങ്കിലോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ 2 ആണെന്ന് കരുതുക, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റും 2 ആണെന്ന് കരുതുക. അപ്പോൾ 2 - 2 NPV = 2 - 2 = 0 കിട്ടും. അപ്പോൾ നമ്മൾ IRR മെത്തേഡിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ക്യാഷ് ഇൻഫ്ലോകളെ പല റേറ്റുകൾ യൂസ് ചെയ്ത് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യണം. ഇതിലേത് റേറ്റ് വെച്ച് ഡിസ്കൗണ്ട് ചെയ്യുമ്പോഴാണോ ഈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ഈക്വൽ ആകുന്നത്, ആ റേറ്റ് ആയിരിക്കും നിങ്ങളുടെ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ യഥാർത്ഥ റേറ്റ് ഓഫ് റിട്ടേൺ. മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യനിൽ സ്വാഭാവികമായിട്ടും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് തന്നിട്ടുണ്ടാകും, ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ് തന്നിട്ടുണ്ടാകും. നമ്മൾ ചെയ്യേണ്ടത് NPV മെത്തേഡിൽ ഡയറക്റ്റ് ഒരു ഡിസ്കൗണ്ട് റേറ്റ് തന്നിട്ടുണ്ടാകും, അത് വെച്ച് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്താൽ മതി ക്യാഷ് ഇൻഫ്ലോകളെ. ഇവിടെ നമ്മളുടെ ശ്രമം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഡിസ്കൗണ്ട് റേറ്റ് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് സാധ്യതയുള്ള ഒരു 3-4 ഡിസ്കൗണ്ട് റേറ്റുകൾ ഉപയോഗിച്ച് നമ്മളിതിനെ ഡിസ്കൗണ്ട് ചെയ്ത് നോക്കുന്നു. ചിലപ്പോൾ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ നമുക്ക് IRR കണ്ടെത്താൻ സാധിച്ചു എന്ന് വരും. കാരണം ഒരു ഡിസ്കൗണ്ട് റേറ്റ് യൂസ് ചെയ്ത് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ഈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഈക്വൽ ആയാൽ, അല്ലെങ്കിൽ NPV 0 ആയാൽ നമുക്ക് ഉറപ്പിക്കാം അത് തന്നെയാണ് IRR. പിന്നെ നിങ്ങൾ അടുത്ത ഒരു ഡിസ്കൗണ്ട് റേറ്റ് യൂസ് ചെയ്ത് ഡിസ്കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ സച്ച് എ റേറ്റ് ഈസ് കോൾഡ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓർ മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ടൈം അഡ്ജസ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ പല പേരുകളാണ്: മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ, അതേപോലെ time adjusted rate of return. And this method was introduced by Joel Dean. Joel Dean introduced this particular method of capital budgeting, that is IRR method. It was introduced by Joel Dean. So in IRR, this is IRR. Okay, in IRR എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഒന്നും കൂടി ഒന്ന് സമ്മപ്പ് ചെയ്യാം. We are trying to discount at a different discount rate until we reach the discount rate at which the present value of cash inflows is equal to present value of cash outflow. In other words, it is a rate at which NPV is 0. ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ IRR, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ, ഒരു പ്രോജക്റ്റിൻ്റെ IRR നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ്? എങ്ങനെ അത് കണ്ടെത്താൻ സാധിക്കും? ക്വസ്റ്റ്യനിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുക തന്നിട്ടുണ്ടാകും, അതോടൊപ്പം ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസും തന്നിട്ടുണ്ടാവും. NPV മെത്തേഡ് ആയിരുന്നെങ്കിൽ നമ്മൾ ഈ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസിനെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കും. ഡിസ്കൗണ്ട് ചെയ്യാനുള്ള പർട്ടിക്കുലർ ഡിസ്കൗണ്ട് റേറ്റ് ചോദ്യത്തിൽ തന്നിട്ടും ഉണ്ടാവും. പക്ഷേ IRRൽ നമ്മൾക്ക് ആ ഡിസ്കൗണ്ട് റേറ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് റേറ്റ് നമുക്ക് സാധ്യതയുള്ള ഒരു 2-3 എണ്ണം വെച്ച് നമ്മൾ ഈ ക്യാഷ് ഇൻഫ്ലോകളുടെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഏത് ഡിസ്കൗണ്ട് റേറ്റ് ഉപയോഗിച്ച് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോഴാണോ NPV 0 ആകുന്നത്, അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റും ഈക്വൽ ആകുന്നത്, ആ പർട്ടിക്കുലർ ഡിസ്കൗണ്ട് റേറ്റാണ് നമ്മളുടെ IRR, അല്ലെങ്കിൽ നമ്മളുടെ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയാം. നിങ്ങൾക്ക് IRRൻ്റെ മീനിങ് മനസ്സിലായെന്ന് കരുതുന്നു. IRR നിങ്ങളോട് ചോദിക്കാൻ സാധ്യത 2 സിറ്റുവേഷൻസിലാണ്: വെൻ ക്യാഷ് ഇൻഫ്ലോസ് ആർ ഈക്വൽ ആൻഡ് വെൻ ക്യാഷ് ഇൻഫ്ലോസ് ആർ അൺഈക്വൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്യാഷ് ഇൻഫ്ലോകൾ ഈ IRRൻ്റെ കാൽക്കുലേഷനിൽ. ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ് നമുക്ക് എന്തായാലും തന്നിട്ടുണ്ടാവും. ആ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോകളെ പല ഡിസ്കൗണ്ട് റേറ്റ് ഉപയോഗിച്ച് ഡിസ്കൗണ്ട് ചെയ്ത് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിച്ച് നോക്കിയിട്ട് NPV എപ്പോഴാണോ 0 ആകുന്നത് അപ്പോഴായിരിക്കും നമ്മൾക്ക് ആ ഒരു ഡിസ്കൗണ്ട് റേറ്റ് IRR എന്ന് പറയാൻ സാധിക്കുക. സോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് the cash inflows will be given in the question. അപ്പോൾ നമുക്ക് 2 തരത്തിൽ ചോദിക്കാം. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ടാവും, ഈക്വൽ ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോസ് തന്നിട്ടുണ്ടാവും, എല്ലാ വർഷവും ഒരേ ഇൻഫ്ലോ തന്നെ. അല്ലാതെ മറ്റൊരു സാധ്യത പറഞ്ഞിട്ടുണ്ട്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ടാവും, അതുകൂടാതെ ഓരോ വർഷവും ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോസ്. ഈ 2 രീതിയിലും നമ്മൾ IRRൻ്റെ കാൽക്കുലേഷൻ കാണണം. നമുക്ക് അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ IRR എന്ന് പറയുന്നത് എന്താണ്? ചുരുക്കി പറഞ്ഞാൽ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. അതാണ് ശരിക്കും റിട്ടേൺ ഓഫ് ദി പ്രോജക്റ്റ്. ഒരു പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു ഡിസിഷൻ?
കൂടുതൽ IRR ഉള്ളതായിരിക്കുമോ കുറവുള്ള IRR ഉള്ളതായിരിക്കുമോ നന്നാവുക? The calculated internal rate of return is compared with the desired minimum rate of return. If IRR is equal or greater than the desired minimum rate of the return, the project is accepted. If IRR is less than desired minimum rate of return, the project is rejected. അപ്പോൾ രണ്ട് വിഷയങ്ങളാണ്. നമ്മളോടൊരു പ്രോജക്റ്റിൻ്റെ IRR കാണാൻ പറഞ്ഞു. നമ്മൾ ആ പ്രോജക്റ്റിൻ്റെ IRR കണ്ടു, 10% കിട്ടിയെന്ന് കരുതുക. അപ്പോൾ ആ പ്രോജക്റ്റിൻ്റെ ഒരു ഡിസയേർഡ് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ഓൾറെഡി തന്നിട്ടുണ്ടാവണം. അതൊരു 2% കരുതുക, അല്ലെങ്കിൽ 5% കരുതുക. ഡിസയേർഡ് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ 5%. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് IRR എന്ന് പറയുന്നത് 5%-ഓ അതിൽ കൂടുതലോ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ഡിസയേർഡ് മിനിമം റേറ്റിൻ്റെ താഴെ 4% ഇൻ്റർണൽ റേറ്റ് കിട്ടുന്നതെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. വെൻ വി ആർ കമ്പയറിങ് 2 പ്രോജക്ട്സ്, 2 പ്രോജക്റ്റുകൾ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഏത് പ്രോജക്റ്റിനാണോ കൂടുതൽ IRR വരുന്നത് ആ പ്രോജക്റ്റ് ആയിരിക്കും നന്നാവുക. കാരണം കൂടുതൽ റേറ്റ് ഓഫ് റിട്ടേൺ അതിൽ നിന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക. സം ഓഫ് ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് IRR. IRRൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ്. IRR is a method which consider all the cash inflow over the entire life of the project. ഒരു പ്രോജക്റ്റിൻ്റെ എൻറ്റയർ ലൈഫിൽ ഇപ്പോൾ ഈ ഡിസ്കൗണ്ടഡ് ഈ പേ ബാക്ക് പീരീഡിലൊന്നും നമ്മൾ എല്ലാ ക്യാഷ് ഫ്ലോസും പരിഗണിക്കുന്നില്ല. പക്ഷേ ഈ IRR മെത്തേഡിൽ എന്താണ്, വി ആർ കൺസിഡറിങ് ഓൾ ദ ക്യാഷ് ഫ്ലോസ്. തന്നിരിക്കുന്ന എല്ലാ ക്യാഷ് ഫ്ലോസിനെയും നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് കൺസിഡർ ഓൾ ദ ക്യാഷ് ഫ്ലോസ്. അതേപോലെ ഇറ്റ് ഫോളോസ് ദ ടൈം വാല്യൂ ഓഫ് മണി. നമ്മൾ എല്ലാ ക്യാഷ് ഇൻഫ്ലോകളെയും ഡിസ്കൗണ്ട് റേറ്റ് ഉപയോഗിച്ച് ഡിസ്കൗണ്ട് ചെയ്ത് പ്രസൻറ്റ് വാല്യൂ കണ്ടെത്തുന്നുണ്ട്. സോ വി ആർ ഫോളോയിങ് ടൈം വാല്യൂ ഓഫ് മണി. ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നീ നോട്ട് ബി കാൽക്കുലേറ്റഡ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റേസ് ചെയ്യുന്ന കോസ്റ്റ് നമ്മളിതിൽ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. പ്രോജക്ട്സ് ഹാവിങ് ഡിഫറെൻറ്റ് റിസ്ക് ക്യാൻ ബി ഈസിലി കമ്പയർഡ്. പല റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ റിസ്ക് പലതായിട്ടുള്ള പ്രോജക്റ്റുകളും നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു IRR മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും. എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്? ദ IRR മെത്തേഡ് ഈസ് ഡിഫിക്കൽട്ട് ടു യൂസ് ഇൻ പ്രാക്ടീസ് ബിക്കോസ് ഓഫ് ടീഡിയസ് കാൽക്കുലേഷൻ. കുറച്ച് കാൽക്കുലേഷൻസ് ഇതിൽ കൂടുതൽ വരും. കാരണം എന്താണ്, നമുക്കൊരു ഡിസ്കൗണ്ട് റേറ്റ് ക്വസ്റ്റിന് തന്നിട്ടുണ്ടാവില്ല. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് ഡിസ്കൗണ്ട് റേറ്റ്. ഇപ്പോൾ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ നമ്മൾ പല ഡിസ്കൗണ്ട് റേറ്റ് വെച്ച് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് നോക്കണം എപ്പോൾ NPV 0 ആവുന്നത് എപ്പോഴാണെന്നുള്ളത്. അപ്പോൾ അത് കുറേ അധികം കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. അണ്ടർ ഇറഗുലർ ക്യാഷ് ഇൻഫ്ലോസ് IRR മേ ബി ഗിവിങ് 2 or more ആൻസേഴ്സ്. ഞാനിവിടെ പറഞ്ഞു ക്യാഷ് ഇൻഫ്ലോസ് ഈക്വൽ ആകുമ്പോഴും അൺഈക്വൽ ആകുമ്പോഴും IRR യൂസ് ചെയ്യാമെന്ന്. അൺഈക്വൽ ആകുന്ന കേസുകളിൽ ചിലപ്പോൾ IRR പല രീതിക്ക് ചെയ്യുമ്പോൾ പല ആൻസറുകളൊക്കെ തരുന്നതായിട്ട് തോന്നും. അതിനുള്ള സാധ്യതയുണ്ട്. അത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ ദിസ് ഇസ് മെയിൻലി യൂസ് ഫോർ ലാർജ് പ്രോജക്ട്സ്. സ്മോളർ പ്രോജക്ട്സ് അല്ലെങ്കിൽ സ്മോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഈ IRR ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരം പിക്ചർ തരില്ല. അപ്പോൾ അതും അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. മൂവിങ് ഓൺ ടു ദി ഡിഫറൻസ് ബിറ്റ്വീൻ NPV ആൻഡ് IRR. NPV മെത്തേഡും IRR മെത്തേഡും ഓൾമോസ്റ്റ് സിമിലർ ആണ്. അതിലെ ഡിഫറൻസുകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ NPV മെത്തേഡിൽ എന്താണ്, ദ മിനിമം ഡിസൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് അസ്യൂംഡ് ടു ബി നോൺ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10% ഡിസ്കൗണ്ട് റേറ്റ്, ആ ഒരു റേറ്റ് നമുക്ക് തന്നിട്ടുണ്ടാവും. ഇറ്റ് ഈസ് അസ്യൂം ടു ബി നോൺ. അത് വെച്ചിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോകളുടെ പ്രസൻറ്റ് വാല്യൂ കണ്ടെത്തുന്നത്. അതേസമയം IRRലോ അങ്ങനെ ഒരു റേറ്റ് തന്നിട്ടുണ്ടാവില്ല. ദ മിനിമം ഡിസൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ടു ബി ഡിറ്റർമൈൻഡ്. അതാണ് നമ്മൾ IRR ആയിട്ട് കണ്ടുപിടിക്കുന്നത്. പിന്നെ NPV എന്ന് പറയുന്നത് ഒരു പെർസെൻറ്റേജ് വാല്യൂ ഒന്നുമല്ല, ഇറ്റ്സ് അബ്സല്യൂട്ട് വാല്യൂ. ആബ്സല്യൂട്ട് ഒരു നമ്പറാണ് നിങ്ങൾക്ക് കിട്ടുക NPV അല്ലേ. സം ഓഫ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് മൈനസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതുകൊണ്ട് അതൊരു അബ്സല്യൂട്ട് റിട്ടേൺ ആണ്. അതേസമയം IRR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർസെൻറ്റേജ് വാല്യൂ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇറ്റ്സ് എ പെർസെൻറ്റേജ് റിട്ടേൺ. ഇറ്റ് ഇംപ്ലൈസ് ദി ക്യാഷ് ഇൻഫ്ലോസ് ആർ ഇൻവെസ്റ്റഡ് അറ്റ് എ റേറ്റ് ഓഫ് ഫേംസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഈ NPV മെത്തേഡ് പറയുന്നത് എന്താണ്, റേറ്റ് ഓഫ് ഫേംസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഈ ഒരു ഫേമിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ കണ്ടെത്താൻ വേണ്ടി കുറച്ച് പൈസ കോസ്റ്റ് വഹിച്ചിട്ടുണ്ടാവും. ആ ഒരു തോതനുസരിച്ച് ഒരു ഡിസ്കൗണ്ട് റേറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ക്യാഷ് ഇൻഫ്ലോകളിൽ ഒക്കെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുന്നത്. അതേസമയം IRR മെത്തേഡിൽ എന്താ പറയുന്നത്, ഇറ്റ് ഇംപ്ലൈസ് ദി ക്യാഷ് ഇൻഫ്ലോസ് ആർ റീഇൻവെസ്റ്റഡ് അറ്റ് IRR ഓഫ് ദി പ്രോജക്റ്റ്. ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ, ആ പ്രൊജക്റ്റിൻ്റെ മിനിമം ഡിസൈഡ് റിട്ടേൺ എത്രയാണോ അത് ഉപയോഗിച്ച് ആ ഒരു റേറ്റിൽ നമ്മൾ ക്യാഷ് ഇൻഫ്ലോകളെ റീഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് IRR.
NPV മെത്തേഡിൽ പിന്നെ പറയുന്നത് NPV ഓഫ് ഡിഫറെൻറ്റ് പ്രോജക്ട്സ് ക്യാൻ ബി ആഡഡ്. നമുക്കൊരു 3 പ്രോജക്റ്റ് തന്നിട്ടുണ്ട്, 3 പ്രോജക്റ്റിൻ്റെ NPV ഉണ്ടെങ്കിൽ ആ NPVകൾ 3 കൂടി നമുക്ക് കൂട്ടാം. അപ്പോൾ അത്രയൊക്കെ ഒരു നെറ്റ് പ്രസൻറ്റ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് ഒരു പ്രോഫിറ്റബിലിറ്റി 3 കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുമെന്ന് നമുക്ക് പറയാം. അപ്പോൾ NPV ഓഫ് ഡിഫറെൻറ്റ് പ്രോജക്ട്സ് ക്യാൻ ബി ആഡഡ്. പക്ഷേ IRRൻ്റെ കേസിലോ ദി IRR ഓഫ് ഡിഫറെൻറ്റ് പ്രോജക്റ്റ് കനോട്ട് ബി ആഡഡ്. അത് കൂട്ടാൻ പറ്റില്ല, അതൊരു പെർസെൻറ്റേജ് ആണ്. അപ്പം 3ൻ്റെയും കൂടി IRR കൂട്ടിയിട്ട് നമ്മൾ 3ലും കൂടി ഇൻവെസ്റ്റ് ചെയ്താൽ അത്ര തോതിൽ നമുക്ക് കിട്ടിക്കോണം എന്ന് ഒരു നിർബന്ധവുമില്ല. ഓക്കെ, സോ ദീസ് ആർ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ NPV ആൻഡ് IRR. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് IRR എന്താണെന്ന് അല്ലെങ്കിൽ IRRൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. താങ്ക് യു.